നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വൈകുന്നേരത്തെ 4 മണിയുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ രാജ്മ പയറാണ്. എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1/2 കിലോയുടെ പാക്കറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 140 രൂപയാണ് ഇതിൻ്റെ വില. നമ്മളിതിന്നൊരു 200 ഗ്രാമാണ് എടുക്കുന്നത്. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടി ആദ്യം തന്നെ അതുപോലെ 200 ഗ്രാം എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുക, വെള്ളത്തിലിട്ട് വെക്കുക. രാജ്മ പയറിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മൾ പാത്രത്തിൽ ഒഴിക്കണം. 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ നോക്കൂ, ഇത് കഴുകിയെടുത്ത വെള്ളത്തിന്റെ കളറ് ഒരു ഡാർക്ക് മെറൂൺ കളറിലേക്കായിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും ഇതിന്റെ അവസ്ഥ? ഇത് ഇതിന്റെ തന്നെ കളറാണോ അതോ നിറം ചേർത്തതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ കഴുകി കളയുമ്പോൾ ഉണ്ടായിരുന്ന ഡാർക്ക് മെറൂൺ കളറിൽ നിന്ന് മാറിയിട്ട് ഒരു ബ്രൗണിഷ് കളറിലേക്ക് ഇതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. നോക്കൂ, നമുക്കിതൊന്ന് പാചകം ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് അടുപ്പത്തൊരു കുക്കർ വെക്കാം. അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച രാജ്മ പയർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് നമ്മൾ വേവിക്കേണ്ട സമയം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, പയറെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ അതുപോലെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. നമ്മളൊരു കാര്യം കൂടെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു പാന് അടുപ്പത്ത് വെക്കുക. ഇനി ചൂടാകുമ്പോൾ 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 വറ്റൽമുളക് നമുക്ക് മുറിച്ചിടാം. ഇനി ഈ വറ്റൽമുളക് മൂത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച 10 ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇതൊന്ന് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഇനി 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഈ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ച രാജ്മ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് 2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ നോക്കൂ, നമ്മളെ രാജ്മ പയർ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടനെടുത്ത് കഴിച്ചാലോ? നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ശരി, വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.